നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ആ ഉമ്മ അത്ര വലിയൊരു വിഭാഗത്തിലുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, 40 ദിവസമൊക്കെ ഒപ്പം നടന്നതല്ലേ. ഞാൻ അവരോട് കരഞ്ഞിട്ട് പൊരുത്തപ്പെടണേ എന്നൊക്കെ പറഞ്ഞു. അവർ തൃശ്ശൂർ ജില്ലക്കാരിയാണ്, കൊടുങ്ങല്ലൂരുകാരിയാണ്, കരൂപ്പടന്നാണെന്നാണ് അവരുടെ മഹലിൻ്റെ പേര്. അത്രയും കൃത്യമായി ഞാൻ പറയാം. നോക്കൂ നിങ്ങളെല്ലാം, ആ അത്തറിൻ്റെ മണമുണ്ടല്ലോ. നല്ല അത്തർ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലക്ക് ഞാൻ പറയട്ടെ, ലൈഫിൽ അങ്ങനെ ഒരു മണം കിട്ടിയിട്ടില്ല. അത് റോയൽ മിറാജിൻ്റെ മണമല്ല, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അൽഫ് സഹ്റ എന്ന അത്തറിൻ്റെ മണമല്ല, അതൊരു ഓദിൻ്റെയും മണമല്ല. അതെങ്ങനെയാണ് പറയാൻ കഴിയുക? ആ മണത്തിൻ്റെ ഒരു അനുഭവം മനസ്സിലുണ്ടെങ്കിലും അതെങ്ങനെയാണെന്ന് പറയാൻ കഴിയുക? അതെൻ്റെ ഹബീബിൻ്റെ മണമാണ്. അത്യബു മിനത്തീബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ഹബീബിങ്ങളെ, നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവല്ലേ അത്? നമുക്കെന്താ ഹബീബിനെ കാണാൻ പറ്റാത്തത്? കറുകറ കറുത്ത മുടിയുള്ള, വാവ്, മനസ്സിലിങ്ങനെ ഒരു രോമാഞ്ചത്തിൽ കേൾക്കണം കേട്ടോ. ഇടത്ത് നിന്ന് വലത്തോട്ട് ചീകി വെച്ച മനോഹരമായ കേശാലങ്കാരമേ മുഹമ്മദ് മുസ്തഫ. ചിലപ്പോൾ ചെവിക്കുന്നിവരെ, ചിലപ്പോൾ തോളുവരെ സമൃദ്ധമായി നിറഞ്ഞു കിടന്ന മുടിയുള്ളവരെ മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി പറയാണ്, ഞാൻ റസൂലുള്ളാഹിക്ക് എണ്ണയിട്ട് ഇങ്ങനെ ചീകി കൊടുക്കാറുണ്ട്. 3 തവണയാണ് അല്ലാഹുവിൻ്റെ റസൂൽ തല മൊട്ടയടിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചീകി വെച്ചതാണ്. 17 രോമമാണ് നരച്ചത്. 63 വഫാത്താകുമ്പോൾ ആ 17 എണ്ണ വെച്ചാൽ, എണ്ണ വെച്ച് ചീകിയാൽ അത് കാണാറുമില്ലെന്ന് സയ്യിദത്തു ആയിഷ. ഇത് ബഷീറിൻ്റെ അലങ്കാര ഉപമയും ഉൽപ്രേക്ഷയും കൂട്ടിയ വാക്കുകളല്ല. ശമാഇലു തുർമദിയുണ്ട്. ഇവിടെ മഹാന്മാരായ ആലിമീങ്ങളുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അവിടുത്തെ ഇടനടത്തം, ഇരുത്തം, കിടത്തം, ചലനം, നിശ്ചലനം, മന്ദസ്മിതം, സങ്കടം, സന്തോഷം, വസ്ത്രം, ഭക്ഷണം എല്ലാം റെക്കോർഡാണ്, രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. പൂവിൻ്റെ കവിൾ തടം എന്തൊരലങ്കാരം, നെറ്റിത്തടം വിശാലമാണ്, നൂറിൻ്റെ പ്രഭാകിരണങ്ങൾ പുരികമോ നീണ്ടു വളഞ്ഞതാണ്, പുഞ്ചിരി കണ്ടാൽ അതുമതി ജീവിത വിജയ പുരസ്കാരം. അവിടത്തെ കണ്ണുകൾ വിശാലമാണ്, കണ്ണ് ചിമ്മിരുന്നൊരു സലാത്ത് ഇങ്ങനെ മനസ്സിൽ ചെല്ല്, ഓർത്തോർത്തൊന്ന് കരയും. ഞങ്ങൾക്ക് വാക്ക് തരുന്നു ഹബീബിങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ കാണും. പടച്ചോനെ തൗഫീക്ക് കൊടുക്കണേ റബ്ബേ. ദർശന സൗഭാഗ്യം തരുമോ മുല്ല. അവിടുത്തെ കണ്ണുകളോ തിളങ്ങുന്ന കൃഷ്ണമണിയാണ്. രണ്ട് ചെമന്ന ഞരമ്പുകൾ പുണ്യനബിയുടെ കണ്ണിലുണ്ടെന്ന് അനസ് റളിയല്ലാഹു അൻഹു. ദേഷ്യം വരുമ്പോൾ അത് കിടന്ന് തിളങ്ങുന്നത് ഞാൻ കണ്ടു എന്ന് അനസ്. നീണ്ട നാസികയാണ്, മദ്യം അല്പം ഉയർന്നതാണ്. എന്റെ നബിയുടെ കവിൾ ഒട്ടിയ കവിളല്ല, മാംസം തിങ്ങിയതുമല്ല, വട്ടമുഖമല്ല, എന്നാലോ നീളമുഖമല്ല. എന്റെ നബിയുടെ ചുണ്ടുകളോ ചെറുഞ്ചിപ്പഴം പോലെ തുടുത്ത അതരപുടങ്ങളാണ് മുഹമ്മദ് മുസ്തഫ. എന്റെ നബി ഒന്ന് ചിരിച്ചാലോ നക്ഷത്ര കുഞ്ഞുങ്ങൾ അരിച്ച് നടക്കുന്നത് പോലെയാണ്.
എൻ്റെ നബി ഒന്ന് സംസാരിച്ചാലോ പവിഴമുത്തുകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ സ്ഫുട സമാനമായ സംസാരം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഹബീബിങ്ങളെ, മദീന പള്ളിയുടെ മിമ്പറിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂലെന്ന് സംസാരിക്കുമ്പോൾ സഹാബത്ത് മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ മതി. ഓഫാക്കാൻ പറ്റുമോ? ഒരുപാട് ലൈറ്റിലുണ്ട്. ഓഫാക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു അനുരാഗത്തിലിരുന്ന് കേട്ട് കരയണം. ലൈറ്റുകാരുണ്ട് വലിയ മഹാന്മാരൊന്നും കരയില്ല. പറ്റുമെങ്കിൽ മതി കേട്ടോ. ഹബീബായ പ്രവാചകരിങ്ങനെ സംസാരിക്കുമ്പോൾ അത് കേട്ടിരുന്ന സഹാബത്തിൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കുമോ? ഒരക്ഷരമിങ്ങനെ പെറുക്കിയെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അത്ര മതി. ഫുൾ ഓഫ് ആക്കണ്ട, അതൊരു ടെക്നിക്കൽ പ്രശ്നം വരും. ഹബീബായ പ്രവാചകരെ കേട്ടു സഹാബ. എൻ്റെ ഹബീബിൻ്റെ താടി ഒരു കൈകൊണ്ട് പിടിച്ചാൽ ഒതുങ്ങുന്ന താടി രോമമാണ്, ബലിഷ്ഠമായ പെരടിയാണ്. തൂലുൽ മർബൂഅ, വിശാലമായ ചുമലുകളാണ്, വിരിഞ്ഞ നെഞ്ചാണ്. എൻ്റെ നബിയുടെ നെഞ്ചിൽ നിന്നൊരു രോമരാശി താഴോട്ടിറങ്ങിയിട്ട് എൻ്റെ നബിയുടെ വയറ് ഒട്ടിയ വയറല്ല, എൻ്റെ നബിയുടെ വയറ് കുംഭവയറല്ല. എൻ്റെ നബിയുടെ നെഞ്ചും വയറും സമമാണ്. അനസ് റളിയല്ലാഹു അൻഹു, എൻ്റെ നബി വെളുപ്പാണോ അല്ല, കറുപ്പാണോ അല്ല, ചമപ്പാണോ അല്ല, ചമപ്പും വെളുപ്പും കലർന്ന ഗോതമ്പിൻ്റെ സ്വർണവർണ്ണമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ നീണ്ടതാണ്. എൻ്റെ നബി ഒരു സദസ്സിലിരുന്നാൽ അവിടുത്തെ ശിരസ്സാണ് ഉയർന്നു നിൽക്കുക. എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും കോട്ടുവായിട്ടിട്ടില്ല. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി. ഹബീബിങ്ങളെ, സൂര്യൻ അഭിമുഖമായി നടന്നാൽ എൻ്റെ ഹബീബിന് നിഴൽ വരാറില്ല. എൻ്റെ നബി ഒരു 63 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എവർ നെവർ ഒരു ഈച്ച വന്നിരുന്നിട്ടില്ല എൻ്റെ നബിയുടെ ശരീരത്തിൽ. മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ആലോചിച്ച് നോക്കി, 63 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഒരു പ്രാണി വന്നിരുന്നിട്ടില്ല, ഒരു കൊതുക് വന്നിരുന്നിട്ടില്ല. മുഹമ്മദ് മുസ്തഫ. എൻ്റെ നബിയുടെ കയ്യിൽ പിടിച്ചാൽ യമനി പട്ടിൻ്റെ മാർദ്ദവമാണ്. എൻ്റെ ഹബീബിൻ്റെ കയ്യിൽ പിടിച്ചാൽ ഹിമത്തണുപ്പാണ്. എൻ്റെ നബി ഒരു വഴിയിലൂടെ നടന്നാൽ അത്തറിൻ്റെ മണമാണ്. എൻ്റെ നബി പ്രസവിക്കപ്പെട്ടപ്പോൾ ചിരിച്ചിട്ടാണ് വന്നത്. എൻ്റെ നബി പ്രസവിക്കപ്പെട്ടപ്പോൾ കണ്ണു തുറന്ന ആകാശത്തേക്ക് നോക്കിയാണ് വന്നത്. എൻ്റെ നബി പ്രസവിക്കപ്പെട്ടപ്പോൾ 2 കൈയും നിലത്ത് കുത്തിയാണ് വന്നത്. എൻ്റെ നബിയുടെ കുഞ്ഞിക്കണ്ണുകളിൽ സുറുമയിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ റസൂലുള്ളാന്റെ കണ്ണുകളിൽ സുറുമയിട്ടിട്ടുണ്ടായിരുന്നു. ആമിന നബി വിട്ടുകൊടുത്തതല്ല, അല്ലാഹു ഇട്ട സുറുമ. വഹുവ മക്ഹൂൽ.
റജുലുൻ സുറുമയിട്ടവരായിട്ടാണ്, വഹുവ മഖ്തൂനുൻ അവർ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ്. മുഹമ്മദ് മുസ്തഫ കാണണ്ടേ ഈ നിലാവിനെ. കാണുക എന്നത് പ്രണയത്തിൻ്റെ ആദ്യത്തെ അടയാളമാണ് എന്നതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഒരു ദിവസം ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ നിന്ന് പറയുകയാണ്, എൻ്റെ കാലശേഷം ഒരു മഹാനെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോവുകയാണ്. സഹാബത്ത് ചോദിച്ചു, നബിയേ ഞങ്ങളെല്ലാവരും കാണുമോ നബിയേ? ഹബീബായ പ്രവാചകർ പറയുന്നുണ്ട്, ഇല്ല കേട്ടോ, നിങ്ങളിൽ അബൂബക്കറിൻ ലാ യറാ, അബൂബക്കർ കാണൂല, അബൂബക്കർ കാണൂല. പിന്നെയോ വയറാഹു ഉമറു അലി, ഉമറും അലിയും കാണും അദ്ദേഹത്തെ. ആ മനുഷ്യൻ യമനുകാരനാണ്, ഖറനുകാരനാണ്. അവരുടെ പേര് ഉവൈസ് ഇബ്നു ആമിർ എന്നാണ്. ഉവൈസ് ഇബ്നു ആമിർ അൽ ഖറനി. ളിഫാർ ഗോത്രത്തിന്റെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം കണ്ട് ആ മനുഷ്യൻ നാളെ മഹ്ശറയില് ആശിക്കായ പ്രവാചകന്മാരെ പ്രണയിച്ചവരെ ശുപാർശ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഹബീബിങ്ങളെ, ലൈഫിൽ ഇനി ഒരൊറ്റ ദിവസം പോലും കടന്നു പോകരുത് ഉവൈസ് തങ്ങൾക്കൊരു ഫാത്തിഹ ഓതാതെ. ആലോചിച്ച് നോക്കിയേ, ളിഫ മുളർ ഗോത്രത്തിലെ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങളുടെ എണ്ണം കണ്ട് അത്രയും ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ ഈ മനുഷ്യന് കഴിയും. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്, കള്ളക്കഥയല്ല, 1001 രാവിലെ അറബിക്കഥയല്ല. ആ മനുഷ്യന് കഴിയും. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അദ്ദേഹം പിഞ്ഞിപ്പോയ വസ്ത്രമാണ് ധരിക്കുക. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു നാണയവട്ടത്തിൽ ഒരടയാളം കാണാം. വഫീ റിവായത്തുൻ ഉഖറ, വയറിന്റെ മുകളിൽ കാണാം. വഫീ റിവായത്തുൻ ഉഖറ, രണ്ട് പാർശ്വങ്ങൾക്കിടയിൽ കാണാം. ഒരു പ്രാവിന്റെ മുട്ടയുടെ അത്ര വലിപ്പത്തിൽ ഒരു വെള്ളയടയാളം കാണാം. മുഹമ്മദ് മുസ്തഫ മനഹു അംറാൻ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയേ അദ്ദേഹം എന്തേ മദീനയിലേക്ക് വരാത്തത്, അങ്ങയെ കാണാൻ വരാത്തത് എന്തേ നബിയേ? അപ്പൊ റസൂലുള്ള പറയുന്നു, മനഹു അംറാൻ, രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തെ തടയുന്നുണ്ട്. ഒന്ന് ഗലബത്തുൽ ഹാല്, ഒന്ന് അദ്ദേഹത്തിന് മദീനയിലേക്ക് വരാൻ പറ്റില്ല. ഹബീബിങ്ങളെ, വിയോഗത്തിന്റെ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് മാത്രമല്ല ആശിക്കീങ്ങൾ ഉണ്ടായിട്ടുള്ളത്, റസൂലുള്ളാന്റെ കാലത്ത് പോലുമുണ്ട്. എന്താണ് ഹബീബിന്റെ വാക്കിന്റെ വ്യാഖ്യാനമെന്ന് ചിലർ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടണം. അദ്ദേഹത്തിന് മദീനയിലേക്ക് വരാൻ പറ്റൂല. എന്താ കാരണം നബിയെ? മദീനയിൽ വന്നാൽ അയാൾക്ക് സഹിക്കാൻ പറ്റില്ല സഹാബ. എന്നെ കണ്ടോ സഹിക്കാൻ പറ്റില്ല സഹാബ. അയാളുടെ ഹാൽ അങ്ങനെയാണ്. എന്നെ അത്രയേറെ സ്നേഹിക്കുന്നയാളാ. നിങ്ങൾ ഒറ്റക്ക് പോയി ഇന്ന് രാത്രി ആലോചിക്കണം. മദീനത്ത് വന്നപ്പോൾ എന്താ സഹിക്കാൻ പറ്റായി? എന്തിനാ ബിലാൽ മദീനത്ത് പോയി? ലോകത്തെ മില്യൺ കണക്കിന് ആളുകൾ മദീനയിലൊന്ന് പോകാൻ കൊതിച്ചു തൊഴരക്കുമ്പോ ആ മദീനയിൽ നിന്ന് ബിലാൽ പോയതെന്താണ്? പ്രണയത്തിന്. നമുക്ക് ചില വ്യാഖ്യാനങ്ങൾക്ക് കഴിയില്ല. റസൂലുള്ള പറയാണ് അയാൾക്ക് സഹിക്കാൻ പറ്റില്ല എന്നെ കണ്ടാൽ. 2 തഅലീമു ശറഹി, ദീനിനോടുള്ള ബഹുമാനം കൊണ്ടാണ്. സഹാബത്ത് ചോദിച്ചു, നബി അതെന്താണ്? അദ്ദേഹത്തിനൊരു ഉമ്മയുണ്ട്,
കണ്ണ് കാണാത്തവരാണ്, കൈകാലുകൾ തളർന്നു പോയവരാണ്, അവർ മുഅ്മിനത്താണ്, ലഈഫത്താ മുഹമ്മദ് മുസ്തഫ. അവർ കാഷ്ടിച്ചാൽ ഈ മനുഷ്യനാണ് അത് കൊണ്ടുപോയി കളയുന്നത്. എന്നിട്ട് ചന്തി കഴുകി കൊടുക്കുന്നത് ഈ മകനാണ്, ഭക്ഷണം വാരി കൊടുക്കുന്നത് ഈ മകനാണ്. അതുകൊണ്ട് ബാധ്യതയാണ്, ശരീഅത്തിന്റെ ബാധ്യത. അതും മദീനയിലേക്ക് വരാനുള്ള തടസ്സമാ എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നൊരു വാക്കുണ്ട്, ഹബീബിങ്ങളെ, ആ മനുഷ്യനും പ്രവാചകനല്ല, ആ മനുഷ്യനും സഹാബിയല്ല. എന്നിട്ടും റസൂലുള്ള പറയുകയാണ്, എൻ്റെ സലാം, അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണേ. റജുലുൽ കസീറു ശഅരി, നല്ല നീളമുള്ള മുടിയാണ്, തോളോളം നീണ്ടു കിടക്കുന്ന മുടിയാണ്, അസ്ഥിപഞ്ചരമാണ്, ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയാളാ, ചുണ്ടിലെപ്പോഴും സലാത്താ. എന്നിട്ട് പറയാണ്, ഫൈദൽ തഖൈതും ബിഹി സല്ലിമു മിന്നി അലൈ, എൻ്റെ സലാം ഉവൈസിനോട് ഉമറേ, അലി പറയണേ, എൻ്റെ ഉമ്മത്തിനു വേണ്ടി ദുആ ചെയ്യാൻ പറയണേ. മുഹമ്മദ് മുസ്തഫ. കാലം കടന്നുപോയി. ഉഹദ് യുദ്ധത്തില് റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിയപ്പോ വർഷങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ നാട്ടിൽ യമനിൽ വാർത്തയെത്തി. അന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഇല്ല. മദീനയിൽ വാർത്തയെത്തിയപ്പോ ഉവൈസ് തങ്ങൾ ഇടയിൽ കയറി ചോദിച്ചു, ആരുടെ പൊല്ല് പൊട്ടിയ കഥയാ ഞങ്ങൾ പറയണത്? അപ്പൊ അവര് പറഞ്ഞു, ഭ്രാന്താ, ഒന്ന് പോടാ അടുത്തെന്ന്. കറനുകാർ അദ്ദേഹത്തെ ഭ്രാന്തനെന്നാണ് വിളിച്ചത്. ഹബീബിങ്ങളെ, മുലർ ഗോത്രത്തിൻ്റെ ആടുകളുടെ എണ്ണം കണ്ട് ഖിയാമത്ത് നാളിൽ ഒരു മഹാജനവിഭാഗത്തെ പാപികളാണെങ്കിൽ പോലും ശഫാഅത്തിലൂടെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. വഹയ്യ് കൂടാതെ ഒരക്ഷരം പറയാത്ത എൻ്റെ നബി പറഞ്ഞ മനുഷ്യനാണത്. അല്ലാഹുവേ, നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഒന്ന് ആലോചിച്ച് നോക്കി മുഅ്മിനീങ്ങളെ, ഒരു സഹാബി പോലും അല്ലാത്തൊരു മനുഷ്യൻ ലക്ഷക്കണക്കായ മനുഷ്യരെ ശഫാഅത്ത് ചെയ്യാൻ കഴിയുമെന്ന് സ്വഹീഹായ ഹദീസിൽ പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഉഹദ് യുദ്ധത്തിൽ പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഏത് പല്ലാന്ന് വെച്ചപ്പോൾ നാട്ടുകാർ ചീത്തറിഞ്ഞു, ഒരു പിരാന്തനല്ലേ. ചിലപ്പോൾ രാത്രി മുഴുവൻ സുജൂദ്, അടുത്ത ദിവസം രാത്രി മുഴുവൻ എഴുത്തിദാല്, അടുത്ത ദിവസം രാത്രി മുഴുവൻ സുജൂദ്, പിരാന്ത്. ഈത്തപ്പഴത്തിൻ്റെ കുരു മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ ജീവിച്ച ഒരാളോട് പറഞ്ഞു, പോടാ. അപ്പോഴേ ഉവൈസ് ചോദിച്ചു, ആരുടെ പല്ല് പൊട്ടിയ കാര്യ? അത് മുഹമ്മദ് നബിയുടെ. അത് കേട്ടപ്പോൾ ഉവൈസ് അങ്ങ് ചീറി. എൻ്റെ നബിയുടെ പല്ല് പൊട്ടിയെന്നോ? ഏതു പല്ലാ പൊട്ടിയത്? അവര് പറഞ്ഞു, മുൻപല്ലിൽ ഏതോ പല്ലാണ്, ഏതാണെന്നൊന്നും അറിയില്ല. ഉവൈസുൽ ഖർനി കല്ല് കയ്യിലെടുത്തു പറയുകയാണ്, അല്ലാഹുവേ, എൻ്റെ നബിക്കൊരു പല്ല് പോയെങ്കിൽ ഉവൈസിനെന്തിനാ പല്ല്? ഉവൈസിനെന്തിനാ പല്ല്? അടിച്ചു പൊട്ടിച്ച് താഴേക്കിട്ടു. പിമ്പറ്റിയ പോരെ, പിമ്പറ്റിയ പോരെ. എന്തിനാണ് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത്? അത് പ്രണയത്തിന്റെ ശക്തിയാണ്. കാലം കടന്നുപോയി. അബൂബക്കർ വഫാത്തായി, മുത്തുനബി വഫാത്തായി. ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ ഹജ്ജ് സംഘത്തോട് ഉമർ തങ്ങൾ വിളിച്ചു ചോദിച്ചു, യമനുകാരുണ്ടോ? അവർ പറഞ്ഞു, ഉണ്ട്. ഖറനിൽ നിന്നവരുണ്ടോ? ഉണ്ട്. അടുത്തേക്ക് വരൂ. നിങ്ങളുടെ നാട്ടിൽ ഉവൈസ് ബിനു ആമിർ എന്ന് പറയുന്ന ഒരാളുണ്ടോ? അപ്പം അവർ ചോദിച്ചു, ഇല്ല. അപ്പോഴും ഉമർ തങ്ങൾ ചോദിച്ചു, വസ്ത്രമൊക്കെ പിഞ്ഞിപ്പോയ നീളം മുടിയുള്ള ഒരു ഉമ്മാനെ പരിചരിച്ച സ്വലാത്ത് ചൊല്ലി നടന്ന ഒരു ഉവൈസ്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഒരാളുണ്ട്.
പിന്നെന്തങ്ങളില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ ഖലീഫയല്ലേ തങ്ങളെ, നിങ്ങൾ അമീറുൽ മുഅ്മിനീനല്ലേ തങ്ങളെ, നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അയാൾ ഒരു മഹാനാകണ്ടേ, ഭയങ്കര ആളാകണ്ടേ. ഇയാളൊരു പിരാന്തനാണ്, ഒട്ടകത്തിൻ്റെ പിന്നാലെ മേച്ച് നടക്കുന്ന ചെക്കനാണ്. ഓ, അപ്പം അയാൾ എവിടെയുള്ളത്? അയാൾ ഖറനിൽ നിന്ന് വിദൂരത്തുള്ളൊരു ഗ്രാമത്തിൽ ഇപ്പോഴുണ്ട്. ഒട്ടകത്തെ നോക്കുകയാ. ഉമർ തങ്ങൾ അലിയാരെ കൂട്ടിപ്പോയി. ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഒരു റിവായത്തിലുണ്ട്, ദുആ ചെയ്യാൻ റസൂലുള്ള പറഞ്ഞപ്പോൾ, സലാം ചെല്ലാം പറഞ്ഞപ്പോൾ ഒരു സമ്മാനം കൊടുത്തു. ജുബ്ബത്തു റസൂലില്ലാ, ഹബീബിൻ്റെ കുപ്പായം സല്ലല്ലാഹു അലാ മുഹമ്മദ്, അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കുപ്പായവുമായി അലിയും അബൂബക്കറും ചെല്ലുമ്പോ എന്തോ ഈത്തപ്പനയുടെ കുരു തിന്നുകയാണ്, അതല്ല പുഴയിൽ നിന്ന് വസ്ത്രം അലക്കുകയാണ്. അസ്സലാമു അലൈക്കും സലാം പറഞ്ഞപ്പോ സലാം മടക്കി എഴുന്നേറ്റെന്ന് ചോദിച്ചു. ഇവർ ചോദിച്ചു, നിങ്ങൾ ഉവൈസാണോ? നാം. ഉവൈസ് ബിനു ആമിറാണോ? അതെ. നിങ്ങളുടെ ഉമ്മാക്ക് പരിചരിച്ചിരുന്നോ നിങ്ങൾ? അതെ. ഇതൊക്കെ ചോദിച്ചപ്പോ ഉവൈസിൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. അവർ ചോദിച്ചു, ഉമർ തങ്ങൾ പറയാണ്, അസ്സലാമു അലൈക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സലാം പറഞ്ഞിട്ട്. ആ നിമിഷത്തെ ഒരു വൈകാരികത ആലോചിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ പോലും മദീനത്ത് പോയി നബിയെ കാണാൻ പറ്റാത്തൊരു മനുഷ്യൻ. ഈ വന്നത് ഉമർ അലിയാണെന്ന് ആ നിമിഷം കൊണ്ട് ഉവൈസുൽ ഖർനിക്ക് മനസ്സിലായി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂട്ടുകാരേ, ഉമറേ, അലി, നിങ്ങൾ വന്നുവല്ലേ? എൻ്റെ നബിയോ എന്നോട് സലാം പറയുകയോ, എൻ്റെ ഹബീബെന്നോട് സലാം പറയുകയോ? സലാം മടക്കി അലി പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഉമ്മത്തിനു വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടേ. അലി റളിയല്ലാഹു അൻഹു പാരമ്പര്യമായി അഹ്ലുബൈത്താണെന്ന് ഓർക്കണം. അഹ്ലുബൈത്തിനെ അതിജയിക്കാൻ അമലുകൊണ്ട് പോലും ഒരുപക്ഷെ കഴിയില്ല. എന്നിട്ടും അഹ്ലുബൈത്തായ അലി, സഹാബി പോലുമല്ലാത്ത ഒരാളെ കാണാമെന്നത് ആരെയാണ്? ആശിഖുർ റസൂൽ ഉവൈസ് ഇബ്നു ആമിറുൽ ഖർനിയാണ്. അതാണ് മഹബ്ബത്തിന്റെ പവർ. പിടക്കുന്ന ഹൃദയവും യാചനയാലേ തുടിക്കുന്ന നമ്മുടെ ഹബീബിങ്ങളെ ഒരു ബക്കറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, വളരെ ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടാണ് ഇവർ പരിപാടി നടത്തുന്നത്. ഇതിനുമായി വിപുലമായ സംവിധാനങ്ങൾ, ഭക്ഷണം, ഈ ഓഡിറ്റോറിയം, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു ഹദിയ നിങ്ങൾ കൊടുക്കണം. 3 നിയ്യത്ത് വെച്ചോളൂ. 1, റസൂലുള്ളാഹിനെ ഈ രാത്രി കാണണം, അല്ലെങ്കിൽ മരണത്തിന് മുമ്പ്. 2, നിങ്ങളുടെ ഇതുവരെ നടക്കാത്തൊരാഗ്രഹം. ഞാൻ വെറുതെ പറയാ, നിങ്ങൾ കരുതണ്ട, അങ്ങനെ കരുതിയാലും കുഴപ്പമൊന്നുമില്ല. 3, മദീനത്ത് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദിയയിടൂ ഹബീബിങ്ങളെ. നോക്കൂ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉവൈസുൽ ഖർനി അങ്ങ് വീണു മണലില്, ഒരു കുട്ടിയെ പോലെ കിടന്നുരുളുകയാണ്. യാ റസൂലല്ലാഹ്, ഞാൻ ഉമ്മത്തിനു വേണ്ടി ദുആ ചെയ്യുകയോ? ഞാൻ എങ്ങനെ ദുആരക്കാനാ? അലി, നിങ്ങൾ ദുആ ചെയ്യണേ. ഉമറേ, നിങ്ങൾ ദുആ ചെയ്യണേ. അന ഫഖീർ, ഞാനൊരു പാവപ്പെട്ടവനാണ് ഉമറേ, ഞാനൊരു പാവപ്പെട്ടവനാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, പറ്റില്ല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് ഖിബിലയിലേക്ക് തിരിഞ്ഞെൻ്റെ പൊന്നു ഉവൈസ് ദുആരക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ പറഞ്ഞത് ആ ഉമറും അലിയുമാണ്. പിന്നെ അതാ ഹബീബിൻ്റെ ഖമീസ് കൊടുത്തു.
അള്ളാന്റെ റസൂലിന്റെ കുപ്പായം മുത്തി മുത്തി മണക്കുകയാണ്. ഉവൈസുൽ ഖർനി ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് വരണേ, കൊണ്ടുപോകാൻ വന്നതാ. അപ്പൊ അമീറുൽ മുഅ്മിനീൻ അങ്ങനെ പറഞ്ഞപ്പോ ഉവൈസ് പറഞ്ഞു, ഉമറേ പോകണം ഇവിടുന്ന്, നിങ്ങൾ ഖലീഫയാണ് ഉമറേ, നിങ്ങൾ എന്നെ തേടി വന്നു എന്നറിഞ്ഞാൽ നാട്ടുകാർ വരും ഉമറേ, ഞാനൊരു ഭ്രാന്തനാണ് ഉമറേ, എനിക്ക് മദീന കൊതിയുണ്ട് ഉമറേ, പക്ഷേ അവിടെ വന്നിട്ട് ഇങ്ങനെ പ്രശസ്തനാകാൻ ആഗ്രഹമില്ല ഉമറേ. ഉമർ തങ്ങൾ ചോദിച്ചു, എന്നാൽ ഒരു വസിയത്ത് ചെയ്യുമോ ഞങ്ങളോട്? അല്ലാഹുവിന്റെ റസൂലിന്റെ അതേ സഹാബി ചോദിക്കുകയാണ്, ഒരു വസിയത്ത് ചെയ്യുമോ? അപ്പൊ പറഞ്ഞു കൊടുത്ത മറുപടി, തർക്കിദ്ദുനിയാ, ദുനിയാവിനെ ഉപേക്ഷിച്ച ഉമറേ. ഉമർ തങ്ങൾ പറയുകയാണ്, ഞാൻ ഈ അധികാരം വിട്ടുകളയുകയാണ്, നിങ്ങളുടെ കൂടെ ഇങ്ങനെ ദർവേശായി നടക്കാനാണ് എനിക്ക് കൊതി എന്ന് പറഞ്ഞപ്പോ ഉവൈസ് പറഞ്ഞു, പാടില്ല ഉമറേ, അള്ളാഹുവിന്റെ ദീന് നടപ്പിലാക്കാൻ നിങ്ങൾ അമീറുൽ മുഅ്മിനീനാണ്, അത് നടപ്പിലാക്കൂ ഉമറേ, ഇതെന്റെ കാര്യം വിടൂ ഉമറേ. ഉവൈസ് ഓടുകയാണ്. ഈ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ സഹാബത്ത് മനസ്സിലാക്കിയിട്ട് പോലും നാട്ടുകാർ മനസ്സിലാക്കിയില്ല. ഖറൻ എന്ന് പറയുന്ന അങ്ങാടി ചന്തയില് ഉവൈസ് ഇങ്ങനെ ചെല്ലാറുണ്ട്. ചിലപ്പോ അങ്ങാടിയിൽ പോകുന്നത് സാധനം വാങ്ങാനല്ല, എന്തെങ്കിലും ലാഭത്തിനല്ല. അവിടെ നാട്ടിൽ നിന്ന് പല നാട്ടിൽ നിന്ന് ആളുകൾ ഒരുമിച്ച് കൂടുമല്ലോ. ഷാമിൽ നിന്ന്, അതേ ഡാമസ്കസിൽ നിന്ന്, സിറിയയിൽ നിന്നൊക്കെ ആളുകൾ അവിടെ വരും. ആ ചന്ത നടക്കുമ്പോ കയറി ചൊല്ലും. ഹബീബിങ്ങളെ നമ്മുടെ മനസ്സിലൊരു ചന്ത ഇങ്ങനെ വരട്ടെ. ഞാൻ ആ കുട്ടികളുടെ ശബ്ദത്തെയും കവർ ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വരികയില്ലായിരുന്നു. അള്ളാഹു ആ കുട്ടികൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഹബീബിങ്ങളെ, ഒരു ചന്ത ഇങ്ങനെ ആലോചിച്ചൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒരാഴ്ച ചന്ത, അതാ ഖറൻ എന്ന് പറയുന്ന അങ്ങാടിയിലെ ചന്ത. ഒട്ടകമമറുന്നു, കാവക്കച്ചവടക്കാർ നടക്കുന്നു, ഒട്ടകച്ചാണം വീഴുന്നു, അവിടെ ഭയങ്കര ദിർഹമും ദീനാറും കിലുങ്ങുന്നു, കച്ചവടം നടക്കുന്നു. പല രാജ്യത്തു നിന്നുള്ള കച്ചവടം, എക്സ്പോർട്ടും ഇമ്പോർട്ടും നടക്കുന്നു. അതിൻ്റെ ഇടയിലേക്ക് എൻ്റെ ഉവൈസ് വരുന്നത് കണ്ടോ? നീളം തലമുടി ഇങ്ങനെ വാരാതെ, പിന്നിപ്പോയ വസ്ത്രം ധരിച്ച്, ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ച മനുഷ്യൻ, മുളർ ഗോത്രത്തിലെ ആടിൻ്റെ എണ്ണം കണ്ടൊരു ജനതയെ ശഫാഅത്ത് ചെയ്യുമെന്ന് റസൂലുള്ള പറഞ്ഞ മനുഷ്യൻ കയറി ചെല്ലിട്ട് ആരും മൈൻഡ് ചെയ്യില്ല. ഉവൈസുൽ ഖർനി ആരും മൈൻഡ് ചെയ്യില്ല. കച്ചവടം തകർക്കുന്നൊരു സദസ്സിൽ ഒരു ഭ്രാന്തൻ എന്താണ്? പക്ഷേ അദ്ദേഹം ഉറക്കെ വിളിച്ചു ചോദിക്കും, ഹൽ മിൻ മദീന, എന്തൊരു ശാന്തമാണ് ഈ സദസ്. ഇത്ര ആളുള്ളൊരു വയലിൻ്റെ സദസ്സിലാണ് ഈ ഭയങ്കര ബഹളം ഉണ്ടാവില്ലേ? എന്തൊരു സ്വച്ഛ നിശബ്ദതയാണ്. ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന, മദീനയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ആരും മൈൻഡ് ചെയ്യില്ല. എന്നാലും മൂപ്പരിങ്ങനെ വിളിച്ചു ചോദിക്കും. അങ്ങനെ സങ്കല്പിച്ചൊക്കെ ഒരാളിങ്ങനെ നടന്നിട്ട്, മദീനക്കാരുണ്ടോ, മദീനക്കാരുണ്ടോ, മദീനക്കാരുണ്ടോ? ഇതെന്തൊരു പ്രണയമാണ്. ഏതെങ്കിലും ആൾ പറയും ഞാൻ ഷാമിലാണ്, ഒരാൾ പറയും ഞാൻ മിസ്റിൽ നിന്നാണ്, ഒരാൾ പറയും ഞാൻ ഡമസ്കസിൽ നിന്നാണ്. അപ്പം ഏതെങ്കിലും ഒരാൾ പറയും അനമിൻ മദീന, ഞാൻ മദീനയിൽ നിന്നാണ്. ഉവൈസങ്ങ് കരയാൻ തുടങ്ങുകയാണ്.
എൻ്റെ പുന്നാര ഉവൈസുൽ ഖർനി കരയും. എന്നിട്ട് ഓടിച്ചെല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. ഖബ്ബലഹു വആനഖ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബലഹു വആനഖ കെട്ടിപ്പിടിച്ച് ചുംബിക്കും. മദീനത്ത് നിന്ന് വന്നൊരാളെ പിടിച്ച് ചുംബിക്കും. ബൈന ഐനൈ കണ്ണുകൾക്കിടയിൽ ഇങ്ങനെ തുരുതുര ഭ്രാന്ത് പിടിച്ചതുപോലെ ചുംബിക്കും. അപ്പം അയാൾ ചോദിക്കലോ, എന്താണ് ഭ്രാന്ത എന്നെ ചുംബിക്കുന്നത്? അതിന് ഉവൈസ് പറയുന്ന മറുപടിയിലുണ്ട്, ഹബീബേ ബഷീറുങ്ങളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിട്ടില്ലട്ടോ, നിങ്ങൾ കൈ പൊക്കിയത് പിൻപറ്റുന്നു എന്ന അർത്ഥത്തിലാണ് കേട്ടോ, നമ്മൾ നബിയെ സ്നേഹിച്ചിട്ടില്ല. ഉവൈസ് പറയുന്ന മറുപടി എന്താ? ഈ കണ്ണുണ്ടല്ലോ, ഇതെൻ്റെ റസൂലുള്ളാഹിന്റെ മദീന കണ്ട കണ്ണ, ഇതെൻ്റെ റസൂലുള്ളാഹിന്റെ മദീന കണ്ട കണ്ണ. പ്രണയമേ മഖാമേ മുസ്തഫ ക്യാ ഹൈ സുലുസു കാഫൂറുൽ റുബൂക അംബറു ഖുമുസുക യാഖൂതുൽ ബാഖീക ജൗഹറു സല്ലല്ലാഹു അലാ. എന്തൊരു പ്രണയമാണിത്, എന്തൊരു പ്രണയമാണിത്, ഇതെന്തൊരു പ്രണയമാണല്ലാ, ഇതെന്തൊരു പ്രണയമാണല്ലാ. റസൂലുള്ളാഹിനെ കണ്ട ഒരാളെ ചുംബിച്ചാൽ അത്ഭുതമില്ല. റസൂലുള്ളാഹിന്റെ മദീന എന്ന പട്ടണം കണ്ടയാള് ചുംബിക്കുന്നതൊരു പൊട്ടനല്ല, റസൂലുള്ള ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തയാളാണ്. നമ്മൾ എത്ര ആൾ ഉംറക്കും ഹജ്ജിനും പോയി തിരിച്ചു വന്നിട്ടുണ്ട്? നമ്മളാരെങ്കിലും ചുംബിച്ചോ? നമ്മളാരെങ്കിലും ചുംബിച്ചോ? അങ്ങനെ ചുംബിക്കണമെന്ന് കിതാബിലൊന്നുമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ഉവൈസിൻ്റെ ഒരു പ്രണയം ആലോചിച്ച് നോക്കി, അതെത്ര ഡീപ്പായ പ്രണയമാണ്. നമ്മളിങ്ങനെ ആലോചിച്ച ഭ്രാന്ത് വരും. മദീന കണ്ട ഒരാളെ ചുംബിക്കണമെങ്കിൽ നമ്മൾ ഹജ്ജിനും ഉംറക്കും പോയിട്ട് എന്താ വന്ന് നാട്ടിൽ ഡയലോഗ് പറഞ്ഞത്? 12:21. ഇനി എത്ര സമയമുണ്ട് എന്ന് ആരെങ്കിലും ഒന്ന് പറയോ? ഞാനൊരു 3 മണിക്കൂർ പറയുമ്പോൾ അതിൻ്റെ ഒരു ലഹരിയിലേക്ക് വീഴുള്ളൂ. ഇനിയിപ്പോൾ സമയമല്ലോ എന്ന് എനിക്കറിയില്ല. എത്ര സമയമുണ്ട് ഇനി? 10 മിനിറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ഞാൻ ഉത്തരവാദിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്താൻ ഇൻഷാല്ലാ. 10:21 എൻ്റെ വാച്ചിൽ 6 മിനിറ്റുള്ളൂ. അള്ളാഹു നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ തൗഫീഖ് നൽകട്ടെ. ഇതിൻ്റെ ഒരു പാർട്ടായി ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും വിഷയം പറയുന്നതല്ല, നമുക്ക് ഇങ്ങനെ പറഞ്ഞ് കണ്ണീര് പൊട്ടി എവിടെയെങ്കിലും ഒരു സ്പാർക്കിംഗ് ഉണ്ടായാൽ മതി. മതി ഒരൊറ്റ മൈന്യൂട്ട് സെക്കൻഡ്. നിങ്ങൾ എന്തെങ്കിലും മദീനയിൽ പോവുകയാണെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കവിടെ നിർത്താം. ഞാൻ ഒറ്റ സമ്മാനം നിങ്ങൾക്ക് നൽകുകയാണ്. ഇജാസത്തൊന്നുമല്ല കേട്ടോ, ഒരു ഗിഫ്റ്റ്. ദിസ് ഇസ് എ ഗിഫ്റ്റ് ഫോർ യു. മസ്ജിദ് അബൂദർ ലിഫാരി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, കേട്ടിട്ടുണ്ട്? മസ്ജിദ് അബൂദർ ലിഫാരി. ഒരു 10 കൊല്ലം മുമ്പ് ഹജ്ജിനും ഉംറക്കും പോയവരൊക്കെ അവിടെ പോയിട്ട് ചുമ്മാ അവിടെ പോയിട്ടൊക്കെ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ പോവാറില്ല. അവിടെ മദീന വിപുലീകരണത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ആ കോർപ്പറേഷൻ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവിടെയൊക്കെ പൊളിച്ചു. പഴയ മദീന ഹോട്ടലൊക്കെ പൊളിച്ചു. അവിടെ ഇപ്പോൾ ഒരു ബർമ ഹോൾസെയിൽ മാർക്കറ്റുണ്ട്. ആൻഡ് പഴയ സാപ്റ്റിക്കോ ബസ് സ്റ്റാൻഡ് അവിടെയാണ്. ഒരു 500 മീറ്റർ അടുത്താണ് മസ്ജിദ് നബിയുടെ മുന്നിൽ നിന്ന്. അതായത് റൗള ഷരീഫിൻ്റെ ഭാഗത്തല്ല, ഫസ്റ്റ് ഡോറിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നിങ്ങൾ പോകണം ഇൻഷാ അല്ലാഹ്. പറയും
നടന്നു പോകാം. ഈ ഗ്രൂപ്പുകാരോട് നിർബന്ധിക്കരുത്. ഗ്രൂപ്പിൻ്റെ ഷെഡ്യൂളിൽ അതുണ്ടാകില്ല. അപ്പോൾ വെറുതെ ബഷീർ ഫൈസി പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകണം, ഞങ്ങൾ പൈസ തന്നിട്ടില്ലേ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. അവരുടെ ദേഷ്യം എൻ്റെ മേലെ തിരിച്ചുവിടരുത്. നിങ്ങൾ ഒറ്റക്ക് പോകണം. ഇത് നിങ്ങൾ ഈ സദസ്സിലില്ലാത്ത ഒരാളോടും ഷെയർ ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് എന്ന് പറയും. അത് അനുരാഗപ്പെട്ടൊരു സദസ്സിനോട് പറയുള്ളൂ. അവിടെ പോയിട്ട് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, ഈ പറയാൻ പോകുന്നത് കിതാബിലില്ലാത്തതാണ് കേട്ടോ, വേണമെങ്കിൽ ഉൾക്കൊണ്ടാൽ മതി. പക്ഷേ എൻ്റെ സ്വന്തം അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. കിതാബിലുള്ള ഭാഗവും പറയാം, ഇല്ലാത്ത പറഞ്ഞു. ഇപ്പം ഇല്ലാത്തതാണ് പറയുള്ളത്. അവിടെ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, പടച്ചോനെ യാ റസൂലല്ലാഹ് എനിക്ക് സ്വലാത്തിൻ്റെ ഇജാസത്ത് തരണം നബിയെ എന്ന് ദുആ ചെയ്യണം. 2 സംശയങ്ങൾക്ക് ഞാനിപ്പോൾ തന്നെ ഉത്തരം തരുന്നു. എന്തിനാണ് സലാത്തിന് ഇജാസത്ത്? വേണ്ട, സലാത്തിന് ഇജാസത്തിൻ്റെ ആവശ്യമില്ല. സലാത്ത് കളിയാക്കി ചെല്ലിയാൽ പോലും കൂലി കിട്ടും. ഇന്നമലാമാലു ബിന്നിയാത്ത്. ലോകത്തെ സർവ്വ അമലുകളും സ്വീകരിക്കണമെങ്കിൽ നീയത്ത് വേണം. പക്ഷേ സലാത്തിന് നീയത്ത് ആവശ്യമില്ല. ചുമ്മാ ചെല്ലിയാലും കൂലി കിട്ടും. ബിരിയാണി കിട്ടാൻ വേണ്ടി സലാത്ത് മജ്ലിസിൽ പോയിരുന്നാലും സലാത്തിൻ്റെ കൂലി കിട്ടും. പിന്നെന്തിനാണ് ബഷീർ ഇജാസത്ത് വാങ്ങണമെന്ന് പറയുന്നത്? വാങ്ങണ്ട, വാങ്ങാൻ നിർബന്ധമില്ല. പക്ഷേ അത് സംഭവിച്ചാൽ നിങ്ങൾ ചെല്ലുന്ന സലാത്തിന് മധുരം കൂടുന്നു മാത്രമല്ല, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ 2ാമത്തെ സംശയം, അതിനെന്തിനാ റൗളയിലല്ലേ റസൂലുള്ള ഉള്ളത്, അവിടെ പോയി പറഞ്ഞാൽ പോരെ, നിങ്ങളെന്തിനാ ആ പള്ളിയിൽ പോയി പറയണത്? ഹബീബിങ്ങളെ, ആ പള്ളിക്ക് 7ഓളം പേരുകളുണ്ട്. നിങ്ങളാകെ കേട്ട പേര് മസ്ജിദ് അബൂദർ ലിഫാർ എന്നായിരിക്കും. ആ പള്ളിക്ക് മസ്ജിദു സജദ എന്ന് പേരുണ്ട്. ആ പള്ളിക്ക് മസ്ജിദു സുജൂദ് എന്ന് പേരുണ്ട്. ആ പള്ളിക്ക് മസ്ജിദുൽ ആയ എന്ന് പേരുണ്ട്. ആ പള്ളിക്ക് മസ്ജിദു സ്വലാത്ത് എന്ന് പേരുണ്ട്. ആ പള്ളിക്ക് മസ്ജിദുൽ വഹി എന്ന് പേരുണ്ട്. ആ പള്ളിക്ക് മസ്ജിദുൽ ഹുബ്ബ് എന്ന് പേരുണ്ട്. ആ പള്ളിക്ക് മസ്ജിദുൽ ഇജാബ എന്നും പേരുണ്ട്. ഇജാബ എന്ന് പറഞ്ഞ വേറൊരു പള്ളിയുണ്ട്. ഇപ്പം 7ഓളം പേരുകളുള്ളൊരു പള്ളിയാണ് മദീനയിലെ. ഇനി എന്തിനാണ് അവിടെ പോയി പറയണത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്തിറങ്ങിയത് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഒരു കുതിരപ്പുറത്തിരിക്കുമ്പോൾ ആണ്. റസൂലുള്ള ചാടിയിറങ്ങി ഈ പള്ളി അന്ന് പള്ളിയില്ല കേട്ടോ, പള്ളി നിൽക്കുന്ന സ്ഥലത്ത് സുജൂദിൽ വീണ് പൊട്ടിക്കരഞ്ഞ് ശുക്രിൻ്റെ സുജൂദ് ചെയ്തു. ഇത് കിതാബിലുള്ള ഈ സംഭവം, ഈ ആയത്തൊക്കെ. സലാത്ത് സമ്മതം വാങ്ങണം എന്നുള്ളത് കിതാബിലില്ലാത്തതാണ്. അതൊരു സുലൂക്കിൻ്റെ വഴിയിലൂടെ വന്ന് പറഞ്ഞതാണ് ഞാൻ. ഹബീബിങ്ങളെ, നിശ്ചയം അല്ലാഹു നബിയുടെ മേലിൽ ദുആ ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനേ, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളും സലാത്ത് ചൊല്ലിക്കോളൂ. ഈ ആയത്തിറങ്ങിയത് അവിടെ വെച്ചിട്ടാണ്. ലോകത്തെ എല്ലാ പ്രവാചക സ്നേഹികളെയും എന്നും പ്രചോദിപ്പിക്കുന്ന ആയത്താണ്, സലാത്ത് കൽപ്പിച്ച ആയത്താണ്. അതിറങ്ങിയത് അവിടെ വെച്ചിട്ടാണ്. നിങ്ങൾ ഹജ്ജിനാണ് പോയതെങ്കിൽ മദീനയിൽ നിന്ന് വിട പറയുന്ന 10 ദിവസങ്ങൾക്ക് മുമ്പിൽ അല്ലാഹുവേ നീ സാക്ഷി, ഫിൽ യഖ്ള ഔ ഫിൽ മനാം, കിനാവിലോ ഉണർച്ചയിലോ ഹബീബായ റസൂലുള്ള നിങ്ങളെ കണ്ടു പറയും, ചൊല്ലിക്കോളൂ എന്ന് പറയും. അബ്സല്യൂട്ട്ലി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നുകിൽ കിനാവിൽ അല്ലെങ്കിൽ യഖ്ളത്തിൽ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെ അറിയില്ല. അതുകൊണ്ട് അതാണ് വിടുക. നേരിട്ട് നബി വരുന്ന പറഞ്ഞാൽ ഞങ്ങൾ വരും. ഈ ചെങ്ങായി എന്തൊക്കെ തള്ളണു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വരുന്നു. അതുകൊണ്ട് അത്ര നമ്മൾ പാകപ്പെടാത്തൊരു സദസ്സിൽ ഞാനത് പറയുന്നില്ല. അപ്പോൾ കിനാവിൽ റസൂലുള്ള ഇനി ഉംറക്ക് പോയിട്ട് 3 ദിവസമാണല്ലോ. അപ്പോൾ ഇവിടുന്ന് SICയോ SKSFോ നിങ്ങളെ കൊണ്ടുപോകാം 3 ദിവസത്തിനുള്ളിൽ. നിങ്ങളൊന്ന് റിസ്ക് എടുത്താൽ പള്ളി 500 മീറ്ററിലുള്ളൂ. അതിങ്ങനെ ഒരു ഓളത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി 2 റക്അത്ത് നിസ്കരിച്ച് പഠിച്ചവനെ സലാത്തിൻ്റെ ജാസ്തി തരണേന്ന് പറഞ്ഞാൽ ഒരു തേങ്ങാക്കൊലിയും കിട്ടില്ല എന്ന് മാത്രമല്ല, ആ സമയം വേസ്റ്റാവും. അതിന് അനുരോഗപ്പെട്ടൊരു സദസ്സോടെ പോകണം. അതിനെങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് വന്ന ഒരാളോട് നിങ്ങൾ വിശേഷം ചോദിച്ചു നോക്കിയാൽ എന്താ വിശേഷം? അയ്യോ എന്താ വിശേഷം, മക്കയിൽ ഭയങ്കര ഫുഡാണ് കേട്ടോ, അവിടെ ഹിൽട്ടല്ല താമസിച്ചു, ഭയങ്കര സംഭവം. മദീനത്ത് അങ്ങനെ ഉണ്ട്? അയ്യേ മദീനത്തെ ഫുഡ് വളരെ മോശം.
താമസം വളരെ ഇത് സ്വാഭാവികമായും നമ്മുടെ സമുദായം നടത്തുന്ന ഒരു കമൻ്റാണ്. നോക്കൂ, മദീനയെ നെഗറ്റീവ് അടിക്കുക. ആ സാധൂരത അറിയായിട്ടാണ്, കൊണ്ടുപോയ അമീർ പറഞ്ഞു കൊടുക്കായിട്ടാണ്. ഒരു മൈന്യൂട്ട് കാര്യം കൊണ്ട് പോലും അങ്ങനെ ഭക്ഷണം മോശമായാൽ പോലും മദീനയെ പ്രണയിച്ച ഒരാൾ മദീനയെ നെഗറ്റീവായി പറയില്ല. ഞാനിവിടെ പാതി യാത്ര അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആ റൗളയിൽ കയറിയ 9 തൂണിൻ്റെ അടുത്തൊക്കെ പോകണമെന്ന് കരുതിയ, പക്ഷേ ഇവിടെ സാങ്കേതികമായ ചില നിയമ തടസ്സങ്ങളുള്ളത് കൊണ്ടാണ്. ബീവിങ്ങളെ, ഇവിടെ ഈ SICയുടെ ആളുകൾ ഒരു 50 തേന് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലുണ്ടോ എനിക്കറിയില്ല. ഒറ്റാളും പോകണ്ട കേട്ടോ. ഇതൊരു കച്ചവടമായി നിങ്ങൾ കാണണ്ട. സമസ്ത കേരള ജമിയത്തുലമ ഒരു കച്ചവടം ചെയ്യുന്ന പ്രസ്ഥാനമല്ല. ചിലപ്പോൾ റസൂലുള്ളാഹിൻ്റെ മധു പറഞ്ഞതുകൊണ്ട് അതിലൊരു ബർക്കത്ത് കയറി ഉണ്ടാവുമല്ലോ. ബാറക്കനാവല്ലോ പറഞ്ഞ ഞാനൊരു പൊട്ടനാണെങ്കിലും റസൂലുള്ളാഹിനെ കുറിച്ചല്ലേ പറഞ്ഞതും പാടിയതും. അപ്പോൾ അതുകൊണ്ട് ഹബീബിങ്ങളെ, നിങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു തേൻകുപ്പി 2 നീയത്തോടെ, 1 വരെ സഹായിക്കുന്ന ഒരു സദക്ക, 2 എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ പ്രയാസം അനുഭവിക്കണം. അള്ളാഹു ചിലപ്പോൾ ശിഫയാക്കുകയാണെങ്കിൽ അള്ളാഹു അത്ഭുതം പ്രവർത്തിപ്പിക്കട്ടെ. ഹബീബായ അല്ലാഹു മദ്വിൽ ബഅസ റബ്ബന്നാസി വശ്ഫി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ ളാഹിരിയൻ വബാതിനിയൻ വറൂഹാനിയൻ വജിസ്മാനിയൻ വശൈത്താനിയൻ വജിന്നിയൻ വസിഹ്രിയൻ വഐനിയൻ വളുൽമിയൻ വഹസദിയൻ ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ بحق ألف لام ميم حمايتنا كاف خايا عين صاد وبحق بسم الله الرحمن الرحيم وبحق صلى الله على محمد صلى الله عليه وسلم. നാട്ടിൽ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഞാനും മേടിച്ചിരുന്നു. ഹബീബിങ്ങളെ ഞങ്ങളൊരു ഹദിയ കൊടുത്തത് പറ്റുമെങ്കിൽ വാങ്ങിക്കോളൂ, ഇല്ലെങ്കിൽ വാങ്ങും വേണ്ട. തേനിനെ കുറിച്ച് പറഞ്ഞ ആയത്തും ഹദീസൊന്നും പറയണ്ടോ. മാഉ സംസം അലിമാ ശുരിബ ലഹു എന്ന് സംസം വെള്ളത്തെക്കുറിച്ച് നബി